നിങ്ങൾ കേട്ടോണ്ടിരുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ വോയിസ് ഓവറും ഞാനും ലാലേട്ടനായിരുന്നു. സോ മെനി ഇയേഴ്സ് നിങ്ങൾ റേഡിയോയിലൂടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. എത്രയോ വർഷങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. അത് മുഴുവൻ കേട്ടോണ്ടിരുന്നത് ഞാനും ലാലേട്ടനായിരുന്നു. ആ വോയിസ് ഓവർ എന്റെ സ്റ്റുഡിയോയിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഞാൻ ദുബായിലായിരുന്നില്ലേ. സോ ആൾക്കാർ ഇപ്പം നിങ്ങൾ മിസ്റ്റർ ലൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കേൾക്കുന്നുണ്ട്, അതിന്റെ ആഡ്സ് അത് മുഴുവൻ എന്റെ വോയിസാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഡബിങ് ഞാൻ എനിക്ക് തന്നെ സ്വന്തം ഡബിങ് സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ദുബായില്. അപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ എനിക്ക് ദാറ്റ്സ് വാട്ട് ഏവിയേഷനിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിസ്പാച്ചർ ആയിരിക്കുന്ന സമയത്ത് എന്റെ ഇപ്പൊ ലാലേട്ടനെ പറ്റി കൊറേ പറഞ്ഞു, അതായത് കുറച്ച് പറഞ്ഞു മതിയല്ലോ ആഡ് ഒക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് എന്താ ചേച്ചി ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ ചെയ്യാതിരുന്നത്? അതൊരു കഥ പറയാം, കഥയല്ല, ലൈക്ക് റിയൽ ലൈഫ്. ഒരു 10-16 വയസ്സുള്ള സമയത്ത് ചെങ്കോൽ എന്ന് പറഞ്ഞ സിനിമ അറിയാലോ, കിരീടം കഴിഞ്ഞിട്ട് വരുന്ന ഭയങ്കര ഹിറ്റ്. ഏത് പെൺകുട്ടികളാണെങ്കിലും ചാടിപ്പോയി എടുക്കും. ഇനി ഞാനും ഭയങ്കര കോളേജിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചാൻസ് വന്നോ? അതെ, എന്നെ സെലക്ട് ചെയ്ത്. അത് ഫോണ് വിളിക്കുന്ന എന്റെ PP നമ്പർ. അന്ന് വീട്ടിൽ ഫോണില്ല, തൊട്ടടുത്ത വീട്ടിലേക്ക് ഫോൺ വരുന്നത്. അപ്പൊ പറഞ്ഞു ഇത് ഞാൻ കിരീടമുണ്ണി. അപ്പൊ ഞാൻ ഏത് കിരീടമുണ്ണി, കിരീടമുണ്ണി ഒന്നുണ്ട് എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. എനിക്ക് ഒറ്റ പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്ടേഴ്സ് ഒന്നും അറിയില്ല. എനിക്ക് ആ കൂടെ മമ്മൂക്കനെ മാത്രം എനിക്ക് ഇഷ്ടം, മമ്മൂക്കനെ മാത്രമേ അറിയാം, അത്രയ്ക്കേ ഉള്ളൂ. ആ മമ്മൂക്ക ഫാൻ, ഡൈ ഹാർട്ട് ഫാൻ. അപ്പൊ മമ്മൂക്ക, ഷാറുഖ് ഖാൻ, ഇനി അത് പറയാണ്ടിരുന്ന അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് സിനിമ വരുന്നത്, ഞങ്ങളിങ്ങനെ ഈ സിനിമയാണെന്നൊക്കെ പറഞ്ഞ് കുറെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത് ശരിക്കുമായിരിക്കോ, ഒരു കാര്യം ചെയ്തു, നിങ്ങൾ എന്റെ ഡാഡിനെ വിളിക്കൂ. ഞാൻ ഡാഡിയുടെ ഫോണൊക്കെ കൊടുത്തു, ഞങ്ങളുടെ കടയിലെ നമ്പറൊക്കെ കൊടുത്തു. അവര് വിളിച്ചു, എന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാമോ. അങ്ങനെയാണ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത്. നൗ സിൻസ് വി ആർ സ്പീക്കിംഗ് ഫ്രം ട്രിവാൻഡ്രം, കോട്ടൺ ഹിൽ ഹൈസ്കൂളിൽ വന്നു ഞാൻ. എന്നിട്ട് എന്നെ ഒരു വൈറ്റ് ചുരിദാർ, ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, അതിലെ നായിക ഇട്ടിരിക്കുന്ന അതേ ചുരിദാർ ഇട്ടിട്ട് എന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്ന് വേണുചേട്ടൻ, CB മലയിൽ, കിരീടമുണ്ണി, അങ്ങനെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. തിരിച്ചു പോകാൻ നേരത്ത് എനിക്ക് പേടിയായിരുന്നു. ഐ വാസ് സ്കേർഡ്. അറിയില്ല, ഐ വാസ് സോ യങ്, നൈവ്. ഇപ്പത്തെ നിഷയല്ല. ഇപ്പോ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. എനിക്ക് അങ്ങനെ അത്ര ഒരു ധൈര്യമുള്ള കുട്ടിയായിരുന്നില്ല. പിന്നെ ഇന്നത്തെ പോലെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും, എന്റെ ചുറ്റുമുള്ള എല്ലാവരും എന്നോട് ഇത് വേണോ നിഷ, അത് ശരിയാവോ നിഷ, അങ്ങനത്തെ ഒരു ചോദ്യം. അതായത് ആരും നമ്മളെ പോസിറ്റീവായിട്ട് ആരും പറയില്ല. പറഞ്ഞ ആൾക്കാരെല്ലാം വേണോ, ഇത് നമുക്ക് ശരിയാവോ, നീ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും ജോലി ചെയ്താൽ പോരെ, സിനിമ നടിയൊക്കെ ആയാ ശരിയാവോ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈഫിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഈവൻ ദോ ഐ വാസ് എഡ്യൂക്കേറ്റഡ്, ഐ നെവർ ഹാഡ് ദാറ്റ് ഗട്സ് ടു സേ യെസ് ടു ഇറ്റ്. അതുകൊണ്ട് നോ ആയിപ്പോയ ഒരു സിനിമയാണ്.